സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആപ്പിൾ ചാറ്റ് ഉണ്ടാക്കാം. ഇത് നല്ല സ്വാദാണ്. അതിന് ആദ്യം ഒരു നുള്ളി ജീരകമെടുത്ത് വറുത്തെടുക്കാം. വറുത്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ എള്ളു കൂടി വറുത്തെടുക്കാം. ആപ്പിളിനെ പറ്റി പണ്ട് കാലത്തെ പറയുന്നത് ദിവസേന ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്നാണ്. ആപ്പിൾ ഡയബറ്റിക്സ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. ആപ്പിളിൽ നല്ല ഫൈബർ ഉണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും. ഇപ്പോഴത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ മെഴുക് പുറത്ത് തേച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷിക്കണം. പണ്ടുകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഈ ആപ്പിൾ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് മുറിച്ച് മാറ്റാം. ഇതിൻ്റെ നടുവിൽ കുരു ഉള്ളതുകൊണ്ടാണ് മുറിച്ചു മാറ്റുന്നത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ആപ്പിൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്.
വലിയ കഷ്ണമാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ മുറിക്കാം. നല്ല ആപ്പിൾ കിട്ടുമെങ്കിൽ എല്ലാവരും വാങ്ങി കഴിക്കുക. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആപ്പിൾ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഒന്നുകൂടി ഗുണം കൂടും. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് നുള്ളി ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ബ്ലാക്ക് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുതിന ഇല കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലിട്ട എല്ലാ സാധനങ്ങളും ശരീരത്തിന് നല്ലതാണ്, സ്വാദും കൂടും. ഇനി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വറുത്ത് പൊടിച്ചു വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ സ്വാദാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ വറുത്ത് വെച്ച എള്ളിട്ട് കൊടുക്കാം. സൂപ്പറും ഹെൽത്തിയുമായ ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം. നിങ്ങളൊന്ന് മറക്കാതെ ഇതുണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.